Hi dear students, in microeconomics we are discussing about the pricing and employment of inputs. ഓക്കെ, അതായത് ഒരു ഇൻപുട്ട് ഒരു ഫേമിനകത്ത് ഇൻപുട്സിൽ പ്രൈസിങ്ങും എംപ്ലോയ്മെൻറ്റും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഇൻപുട്സുകൾ, അല്ലെങ്കിൽ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് ഇൻപുട്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ദീസ് ഇൻപുട്സ്, അല്ലേ? ഈ ഇൻപുട്സുകൾ എങ്ങനെയാണ് ഒരു ഫേമിനകത്ത് ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവാം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം, അല്ലെ? ഒരു മാർക്കറ്റിനകത്ത് നമ്മൾ ഓൾറെഡി പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് ഫാക്ടറി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും കമ്മോഡിറ്റി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഇൻപുട്ടിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിൽ അവിടെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത്, ഇൻപുട്ടിൻ്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ് അക്വയർ ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻപുട്സ് അലോക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇൻപുട്സ് കൃത്യമായിട്ട് എങ്ങനെയാണ് അവിടെ എംപ്ലോയ്മെൻറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഇൻപുട്സുകളും എങ്ങനെയാണ് എംപ്ലോയ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ദിസ് ന്യൂ സെഷൻ ഓഫ് മൈക്രോ ഇക്കണോമിക്സ്. Profit maximization and optimal input employment under perfect competition. ഓക്കെ, ഒരു ഇൻപുട്ട് മാർക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടർ മാർക്കറ്റിനകത്ത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് സിറ്റുവേഷനാണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഒപ്റ്റിമൽ ഇൻപുട്ട് എംപ്ലോയ്മെൻറ്റും നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. The firm under perfect competition maximizes its profits when it chooses the combination of inputs that minimize production costs. ഓക്കെ, ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേമാണ് ഈ ഒരു ഇൻപുട്സിൽ നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഫാക്ടറി മാർക്കറ്റിൽ നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്? വെൻ ഇറ്റ് ചൂസേഴ്സ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ദാറ്റ് മിനിമൈസസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അല്ലേ? അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇൻപുട്ടുകൾ വളരെ ചീപ്പറായിട്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് എങ്ങനെ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു, അപ്പോൾ മാത്രമേ അവർക്ക് മാക്സിമം പ്രോഫിറ്റ്സ് അക്വയർ ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ഓൾറെഡി പറയുന്ന സ്ഥലം തന്നെ ഒരു ഫേം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ചിലവ് കുറയുമ്പോൾ കുറഞ്ഞ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് വിൽപ്പന നടത്തുമ്പോഴാണ് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അക്വയർ ചെയ്യാൻ സാധിക്കുന്നത്. സോ ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാക്സിമൈസസ് ഇറ്റ്സ് പ്രോഫിറ്റ്സ് വെൻ ഇറ്റ് ചൂസേഴ്സ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ദാറ്റ് മിനിമൈസസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്സ്. A cost minimizing combination of input is called an optimal or least cost input combination. ഓക്കെ, ഇത്തരത്തിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്, ദാറ്റ് ഈസ് കാൾഡ് ദ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ. The least cost input combination is attained when the isochond is tangent to the isocost line. ഓക്കെ, ഐസോകോണ്ടും ഐസോകോസ്റ്റ് ലൈനും ടാൻജൻറ്റ് ചെയ്ത് പോകുന്ന പോയിന്റിലാണ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ നടക്കുന്നത്. നമുക്കറിയാം എന്താണ് ഐസോകോണ്ട് എന്ന് പറയുന്നത് എന്നുള്ളത്, അല്ലേ? ഐസോകോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ്. ഓക്കെ, ഈ ടു ഇൻപുട്സ് ദാറ്റ് ഗിവ്സ് സെയിം ലെവൽ ഓഫ് പ്രൊഡക്റ്റ് ടു ദ പ്രൊഡ്യൂസർ, അല്ലേ? അതായത് ഒരേ രീതിയിലുള്ള ഉൽപ്പന്നം ലഭിക്കുന്ന രണ്ട് ഇൻപുട്ടുകളുടെ, രണ്ട് നിവേശങ്ങളുടെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അല്ലേ? രണ്ട് ഇൻപുട്ടുകളുടെ വിവിധ കോമ്പിനേഷൻസ് ചേർത്ത് വരച്ചാൽ കിട്ടുന്ന വക്രമാണ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. ദെൻ ഐസോ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇത് പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റിൻ്റെയാണ് ഐസോ കോസ്റ്റ് ലൈന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബഡ്ജറ്റ്, പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റ് ലൈനും അതുപോലെ തന്നെ ഐസോകോണ്ടും തമ്മിൽ ടാൻജൻറ്റ് ചെയ്ത് പോകുന്ന പോയിന്റിലായിരിക്കും എന്താ? ഈ ഒരു ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ നടക്കുന്നത്. ഓക്കെ, the slope of isocond is marginal rate of technical substitution, which is also equal to the ratio of marginal products of the inputs. ഓക്കെ, നമ്മൾ ഓൾറെഡി അറിയാം ഐസോക്വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ് ദാറ്റ് ഗിവ്സ് ദ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ടു ദ പ്രൊഡ്യൂസർ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഐസോകോണ്ടിനകത്ത്, ഈ ഒരു ഐസോകോണ്ടിൻ്റെ സ്ലോപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു കർവിൻ്റെ സ്ലോപ്പൊക്കെ മെഷർ ചെയ്യാനൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? വെർട്ടിക്കൽ ചേഞ്ച് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ
ചേഞ്ച് ആണ്. അപ്പോൾ വെർട്ടിക്കൽ ചേഞ്ച് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ചേഞ്ച് ഐസോകോണ്ടിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ ആ ഒരു സ്ലോപ്പിനെ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക അല്ലേ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇൻപുട്ട് അധികം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഇൻപുട്ടിൽ വരുത്തിയിട്ടുള്ള കുറവാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐസോകോണ്ടിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് മാർജിനൽ പ്രൊഡക്ട്സ് ഓഫ് ദ ഇൻപുട്സ്. അപ്പോൾ ഈ ഒരു മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളവിടെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ മാർജിനൽ പ്രൊഡക്ട്സുകൾ തമ്മിലുള്ള റേഷ്യോയും ഈ ഒരു മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ദ സ്ലോപ്പ് ഓഫ് ദ ഐസോകോസ്റ്റ് ലൈൻ ഈസ് ദ റേഷ്യോ ഓഫ് ഇൻപുട്ട് പ്രൈസസ്. അതേപോലെ തന്നെയാണ് ഐസോകോസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് പ്രൈസസ് അല്ലേ. ഇപ്പോൾ രണ്ട് ഇൻപുട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് വായിക്കുക, ലേബറും ക്യാപിറ്റലും. അപ്പോൾ ലേബറിൻ്റെ പ്രൈസ് ഡിവൈഡ് ബൈ ക്യാപിറ്റലിൻ്റെ പ്രൈസ് ആണ്, ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഐസോകോസ്റ്റ് ലൈൻ. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ഐസോകോണ്ടിൻ്റെ സ്ലോപ്പ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ദെൻ ഐസോകോസ്റ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ഇൻപുട്ട് പ്രൈസസ്. Thus, the least cost input combination of a firm can be represented as. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് സ്ലോപ്പുകളും തുല്യമാവുമ്പോഴായിരിക്കും ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ നടക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ അത് നടക്കുന്നത് എപ്പോഴാണ്, MPL ഡിവൈഡ് ബൈ MPK ദാറ്റ് ഈസ് ഈക്വൽ ടു PL ഡിവൈഡ് ബൈ PK. ഓക്കെ, MPL ഡിവൈഡ് ബൈ MPK is equal to PL divided by PK that is equal to W by R. ഇവിടെ MPL എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഓക്കെ, അതായത് ലേബർ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സീമാന്ത ഉൽപ്പന്നമാണ് MPL എന്ന് പറയുന്നത്. നമുക്കറിയാം സീമാന്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലേ. അതായത് ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടാകുന്ന വർധനവ് എങ്ങനെ, വൈ യൂസിങ് വൺ മോർ യൂണിറ്റ് ഓഫ് എ ലേബർ. ഒരു യൂണിറ്റ് ലേബർ ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടാകുന്ന വർധനവിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു യൂണിറ്റ് ക്യാപിറ്റൽ അധികമായി ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിലുണ്ടാകുന്ന വർധനവാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള റേഷ്യോ, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോ എന്തിനോട് തുല്യമാവുമ്പോഴാണ് ഈ ഐസോകോസ്റ്റും ഐസോകോണ്ടും ടാൻജൻറ്റ് ചെയ്ത് പോകുന്നത്, ദാറ്റ് ഈസ് പ്രൈസ് ഓഫ് ലേബർ ഡിവൈഡ് ബൈ പ്രൈസ്. ഓക്കെ, അപ്പോൾ MPL ഡിവൈഡ് ബൈ MPK ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ലേബർ. പ്രൈസ് ഓഫ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലേബറിന് കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വേജസ് അല്ലേ, വേജസ് ആണ്. സോ PL ഡിവൈഡ് ബൈ PK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് ക്യാപിറ്റലാണ്, ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ PL ഡിവൈഡ് ബൈ PK എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു W by R. W ഈസ് ദ വേജ് റേറ്റ് ആൻഡ് R ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, MPL ഡിവൈഡ് ബൈ MPK ഈസ് ഈക്വൽ ടു PL ഡിവൈഡ് ബൈ PK ദാറ്റ് ഈസ് ഈക്വൽ ടു W by R എന്ന് പറയുന്ന പോയിന്റിലാണ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ നടക്കുന്നത്. അതായത് കുറഞ്ഞ ചിലവിൽ ആ ഒരു പ്രൊഡ്യൂസർക്ക് ഈ ഒരു ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, rearranging we get MPL divided by W is equal to MPK divided by R. അതായത് രണ്ടും തമ്മിലുള്ള പ്രൈസ് ഓഫ് ലേബറും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും പ്രൈസ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോസ് തുല്യമാവുമ്പോഴാണ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ നടക്കുന്നത്. ഓക്കെ, then the equation states that to attain the optimal input combination, the marginal product per rupee spent on labor must be equal to the marginal product per rupee spent on capital. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്, MPL ഡിവൈഡ് ബൈ W is equal to MPK ഡിവൈഡ് ബൈ R എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്താണ്, ദാറ്റ് ഷോസ് to attain the optimal input combination, the marginal product per rupee spent on labor, അതായത് ലേബറിന് ഉപയോഗിക്കുന്ന തുക എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കണം, ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് പെർ റുപ്പി സ്പെൻഡ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, ദാറ്റ് ഷോസ് ദാറ്റ് ഇക്വേഷൻ. The general condition for the attainment of optimal input combination is that the marginal product per rupee spent on each input would have to be the same for all inputs. Okay, രണ്ട്
ഇൻപുട്ടുകളുടെയും മാർജിനൽ പ്രൊഡക്റ്റ് പെർ റുപ്പി തുല്യമാവുമ്പോഴാണ് ഈ ഒരു ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഈസ് ദ ജനറൽ കണ്ടീഷൻ ഫോർ അറ്റൈൻമെൻറ്റ് ഓഫ് ഒപ്റ്റിമൽ ഇൻപുട്ട് കോമ്പിനേഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നോട്ട് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട കാര്യമാണ്. ദ ജനറൽ കണ്ടീഷൻ ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഒപ്റ്റിമൽ ഇൻപുട്ട് കോമ്പിനേഷൻ ഈസ് ദാറ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് പെർ റുപ്പി സ്പെൻഡ് ഓൺ ഈച്ച് ഇൻപുട്ട്. ഇവിടെ നമ്മൾ ലേബറും ക്യാപിറ്റലുമാണ് എടുത്തത്. ആ രണ്ട് ഇൻപുട്ടുകളുടെയും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് പെർ റുപ്പി തുല്യമായിരിക്കണം. would have to be the same for all inputs. Okay, the firm maximizes profit by expanding output to the point where MR is equal to MC. ഓക്കെ, ഫേം അവരുടെ പ്രോഫിറ്റ് അവർക്ക് മാക്സിമൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്? മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും തുല്യമാവുന്ന പോയിന്റിലാണ്. ഇഫ് MR is greater than MC, MR greater than MC എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ കൂടുതലും മാർജിനൽ കോസ്റ്റ് കുറവും ആവുന്ന ഒരവസ്ഥയിൽ ദ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആഡ്സ് മോർ റവന്യൂ ദാൻ ടു കോസ്റ്റ്സ്. ഓക്കെ, ദ പ്രൊഡ്യൂസിങ് എൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആഡ്സ് മോർ റവന്യൂ ദാൻ ടു കോസ്റ്റ്. MR കൂടുതലും MC കുറവാണെന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു യൂണിറ്റ് അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അധിക വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട്, ആ ഒരു ഫേമിന് ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. ദസ് എക്സ്പാൻഷൻ ഇൻ ഔട്ട്പുട്ട് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റ്സ് വർദ്ധിക്കുന്നതിന് അത് കാരണമാവും. ഓക്കെ, ഇഫ് MR ലെസ് ദാൻ MC, മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാൾ കുറവാവുന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഔട്ട്പുട്ട്, ആ ഒരു അവസ്ഥയിൽ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇൻക്രീസസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം അല്ലേ. അപ്പോൾ ഈ ഒരു രണ്ട് സിറ്റുവേഷൻ നോക്കുക. MR ഗ്രേറ്റർ ദാൻ MC ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് എക്സ്പാൻഷൻ ഇൻ ഔട്ട്പുട്ട് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്സ്. ദെൻ MR ലെസ് ദാൻ MC ആവുകയാണെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ദ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ്. അവിടെ MR ഗ്രേറ്റർ ദാൻ MC ആണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നു. ദെൻ MR ലെസ് ദാൻ MC ആണെന്നുണ്ടെങ്കിൽ റെഡ്യൂസിങ് ഔട്ട്പുട്ടാണ് അവരുടെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിന് കാരണമാവുന്നത്. ഓക്കെ, ദെൻ ദ റെസിപ്രോക്കൽ ഓഫ് ഈച്ച് term in the above equation equals the marginal cost of the firm to produce an additional unit of output. That is അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ W/MPL വേജ് റേറ്റ് ഡിവൈഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ കോസ്റ്റ് ലഭിക്കും. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ റിവാർഡ് ഫോർ ലേബർ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് R ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ. അപ്പോൾ W/MPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേജും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ദെൻ R/MPK എന്ന് പറയുന്നത് റേറ്റും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ്. ഇത് എന്തിനോട് തുല്യമാണ്? മാർജിനൽ കോസ്റ്റിനോട് തുല്യമാണ്. അത് തന്നെയല്ലേ ഒരു ഫേമിന് എത്രയാണ് ചിലവ് വരുന്നത് എന്ന് പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എത്ര വേജ് ഉപയോഗിക്കുന്നു, എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഉപയോഗിക്കുന്നു, അതാണ് ആ ഒരു ഫേമിൻ്റെ കോസ്റ്റായിട്ട് മാർജിനൽ കോസ്റ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇൻ ദ ഇക്വേഷൻ W/MPL ഈസ് ദ വേജ് റേറ്റ്, ഇറ്റ് ഈസ് അഡീഷൻ ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫേം ഫ്രം ഹയറിംഗ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ, while MPL is the resulting increase in the total output of the commodity of the firm. Thus, W/MPL gives the change in the total cost in terms of labor per unit increase in the output. By definition, it is the marginal cost. Okay, നമ്മൾ ഓൾറെഡി ഈ W/MPL എന്ന് പറയുന്നതും R/MPK that is equal to marginal cost. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു റേഷ്യോ സീമാന്ത ചെലവിനോട് തുല്യമായിരിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു W/MPL അതൊന്ന് നോക്കാം. W/MPL ഈസ് ഈക്വൽ ടു നമുക്കറിയാം വേജ് റേറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ TC/ഡെൽറ്റ L ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q/ഡെൽറ്റ L ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ TC/ഡെൽറ്റ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിലുണ്ടാവുന്ന വർധനവ്, അതായത് ഒരു യൂണിറ്റ് ലേബർ അധികം ഉപയോഗിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റിലുണ്ടാവുന്ന വർധനവ് ദാറ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഇവിടെ എന്താണ്? ദാറ്റ് ഈസ് മാർജിനൽ പ്രൊഡക്റ്റ്. ഡെൽറ്റ Q/ഡെൽറ്റ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ TC/ഡെൽറ്റ L ഇൻറ്റു ഡെൽറ്റ L/ഡെൽറ്റ Q. നമ്മളതിനെ തിരിച്ചിട്ടിട്ട് ഗുണിക്കുകയാണ് ചെയ്തത് അല്ലേ. ഡെൽറ്റ TC/ഡെൽറ്റ L ഇൻറ്റു
delta L by delta Q that is equal to delta TC by delta Q. Delta L ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ delta TC by delta Q that is equal to marginal cost. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇക്വേഷനിൽ ഇതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലേ. W/NPL is equal to marginal cost. Okay. Then in the equation R/MPK, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിവൈഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ദ അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ഫേം ഫ്രം ഹയറിംഗ് വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു യൂണിറ്റ് അധികം ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വർധനവ് അതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ വൈൽ MPK ഈസ് ദ റിസൾട്ടിംഗ് ഇൻക്രീസ് ഇൻ ദി ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദ കമോഡിറ്റി ഓഫ് ദ ഫേം. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് അധികം ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്, എത്ര പേയ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ് R/MPK കാണിക്കുന്നത്. Then thus R/MPK gives the change in the total cost in terms of capital per unit increase in the output. By definition it is the marginal cost. Okay, അപ്പോൾ R/MPK എന്ന് പറയുന്നത് that is also equal to marginal cost നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു ഇക്വേഷനകത്ത് R/MPK that is interest rate divided by marginal product of capital is equal to delta TC by delta K. delta TC by delta K എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ കെ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. ഓക്കെ, ഏതാണ് ഈ ഇതിനോട് തുല്യമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ കെ ഇൻറ്റു ഡെൽറ്റ കെ ബൈ ഡെൽറ്റ ക്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക, ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ്. അതായത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർജിനൽ കോസ്റ്റ് തന്നെയാണ്. ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റിയിൽ ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന വ്യത്യാസമാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ to maximize profits under perfect competition, the firm must use the optimal or least cost input combination to produce the best level of output. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് മാക്സിമം പ്രോഫിറ്റ് അക്വയർ ചെയ്യുന്നത്. ദ ബെസ്റ്റ് ഓർ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഫോർ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം ഈസ് ദ ഔട്ട്പുട്ട് അറ്റ് വിച്ച് മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് മാർജിനൽ റവന്യൂ. ഓക്കെ, ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ, മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ തുല്യമാവുന്ന പോയിൻ്റാണ്. ഈ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് തുല്യ, പ്രൈസിനോട് തുല്യമാണ്. ഓക്കെ, ദസ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ can be stated as W/MPL, that is marginal cost, is equal to R/MPL, that is also marginal cost, is equal to MR is equal to P. ഇവയെല്ലാം തുല്യമാവുന്ന അവസ്ഥയിലാണ് മാക്സിമം പ്രോഫിറ്റ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഫാക്ടർ മാർക്കറ്റിനകത്ത് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. MC is equal to MR എന്ന് പറയുന്ന ഈ കണ്ടീഷൻ. ഓക്കെ, then by cross multiplication and rearrangement of these terms we get the following equation: MPL into MR, marginal product of labor into marginal revenue, is equal to W or MPL. Okay, marginal product of labor into marginal revenue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, that is the wage rate. Okay, or MPL into P. MPL into P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു പ്രൈസ് ഓഫ് ലേബർ അല്ലേ, പ്രൈസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വേജ്. ഓക്കെ, ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതിനെ ഈ ലേബറിൻ്റെ അവസ്ഥയിൽ നിന്ന് ക്യാപിറ്റലിലേക്ക് നമ്മൾ നോക്കുക. ഇൻപുട്ട് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ്. Or MPK into P, MR is also P, so MPK into P is equal to interest rate. That is the optimal അല്ലെങ്കിൽ profit maximization condition for this perfect competitive factor market. Then the profit maximization condition is that the firm should hire labor until the marginal product of labor times in firm's marginal revenue or price of the commodity equals the wage rate. Similarly, the firm should rent capital until the marginal product capital times the firm's marginal revenue of price of commodity is equal to the interest rate. To maximize profits, the same principle would have to hold all inputs that the firm uses.
ഓക്കെ, അവിടെ ഇത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. ഒരു ഫേം മാക്സിമം പ്രോഫിറ്റ് അക്വയർ ചെയ്യുന്നത് എന്താണ്, ആ ഒരു ഫാക്ടറിൻ്റെ മാർജിനൽ പ്രൊഡക്റ്റും അതിനുള്ള റിവാർഡും തുല്യമാകുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. Okay, that is saying here the profit maximization condition is that the firm should hire labor until marginal product of labor times firm's marginal revenue or price of the commodity equals the wage rate. Okay, the firm should rent capital until the marginal product of capital times the firm's marginal revenue or price of the commodity is equal to the interest rate. Okay, to maximize profit the same principle would have to hold all inputs that, അതായത് ഈ രണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഫാക്ടറുകളാണ് ഇവിടെ എടുക്കുന്നത്, റെൻറ്റും ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലും. ലേബറിൻ്റെ റിവാർഡായ വേജും പ്രൈസും തുല്യമാകുമ്പോഴും ക്യാപിറ്റലിൻ്റെ റിവാർഡായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും പ്രൈസും തുല്യമാകുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫാക്ടർ മാർക്കറ്റിനകത്ത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫാക്ടർ മാർക്കറ്റിനകത്ത് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് മാക്സിമം പ്രോഫിറ്റ് അക്വയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവർക്കും കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇതിനെക്കുറിച്ചിട്ട് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ സേഫ്, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.